അവരുടെ സന്തോഷ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴാൻ അധിക നേരം വേണ്ടി വന്നില്ല. വൈശാലി ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. ഹാ, മോൾ വന്നോ? അതെ, നീ ഒന്ന് ആദിയോട് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണം കേട്ടോ. ഇപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ. മോൾ ചെന്ന് പ്രാർത്ഥിച്ച് 1-2 പൂജയുണ്ട്, അതും ചെയ്യണം. പൂജയുടെ കാര്യം അമ്മ പറഞ്ഞു തരാം, സീത അവളോട് പറഞ്ഞു. വൈശാലി അതൊക്കെ കേട്ടുകൊണ്ട് നിന്നു. അതെ, ഇങ്ങനെ നിൽക്കാണ്ട് പോയി റെഡിയാകും മോളെ. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വൈശാലി ഡ്രസ്സ് മാറാനായി പോകാൻ തുനിഞ്ഞതും സീത അവളെ വിളിച്ചു. ഒന്ന് നിന്നേ മോളെ, നിനക്ക് തരാൻ ഒരു കൂട്ടം എൻ്റെ കയ്യിലുണ്ട്, വാ. സീത അവളുടെ മുറിയിലേക്ക് പോയി, പിറകെ വൈശാലിയും. അലമാരയിൽ നിന്നും അവൾക്ക് വേണ്ടി സീത ഒരു സെറ്റ് മുണ്ടും എടുത്തു കൊടുത്തു. ശേഷം ഒരു ആഭരണപ്പെട്ടിയും. പണ്ടെപ്പോഴോ സീതയുടെ അമ്മ കൊടുത്തതാണ്, പാരമ്പര്യമായി കിട്ടിയത്. നോക്കു മോളെ, ഇതിട്ടോണ്ട് പൊയ്ക്കോ. എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്, നീ എൻ്റെ മോളല്ലേ, അതാ നിനക്ക് തന്നത്. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. മുറിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൾക്ക് ആകെ ഒരു ചമ്മലായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് അവൾ അകത്തേക്ക് കയറി. പക്ഷെ അവൾ പ്രതീക്ഷിച്ച ആൾ അവിടെ ഇല്ലായിരുന്നു. ആദിയേട്ടൻ പോയി കാണും, അവൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. വസ്ത്രങ്ങൾ മാറി അവൾ സീത കൊടുത്ത ആഭരണങ്ങൾ അണിഞ്ഞു. അവൾ പുറത്തേക്ക് വന്നതും ആദി ആകെ ടെൻഷനായി പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആദിയേട്ടാ, വൈശാലി വിളിച്ചതും അവൻ അതൊന്നും കേൾക്കാതെ തൻ്റെ ബുള്ളറ്റും എടുത്ത് ഞൊടിയിടയിൽ അവിടെ നിന്നും പോയി. എന്താ മോളെ, അവനെവിടെ? സീത ചോദിച്ചതും വൈശാലി അവൻ പോയ സ്ഥലത്തേക്ക് നോക്കി. ഏട്ടൻ പോയി അമ്മേ, എന്തേലും ആവശ്യം കാണും. ഞാനെന്നാ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാം, പറ്റുമെങ്കിൽ മഹിയേയും കാണാം. എങ്കിൽ മോൾ നിൽക്ക്, ഡ്രൈവറോട് വരാൻ പറയാം. വേണ്ടമ്മേ, ദേ ഞാൻ ഈ സ്കൂട്ടിയിൽ പൊയ്ക്കോളാം, അവൾ സീതയോട് പറഞ്ഞിട്ട് സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. ആദി, ദാ നീ തന്ന ഡീറ്റെയിൽസൊക്കെ വെച്ച് അവനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ഫോട്ടോ. പിന്നെ ഇവനെ എങ്ങും തിരയണ്ട, കഴിഞ്ഞ ദിവസം ഇവൻ ആക്സിഡൻറ്റിൽ മരിച്ചു. ഹർഷൻ പറഞ്ഞു നിർത്തി. ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെ പേരെന്താ ഹർഷ? അവനെ നിനക്കറിയാം, അന്ന് നീ എൻകൗണ്ടറിൽ കൊന്നുകളഞ്ഞ അയ്യരുടെ മകനാണ്. അയാളുടെ മരണത്തോടെ ഫാമിലിയും പണവും പ്രതാപവും ഒക്കെ തകർന്നു. പേര് ദേവനാരായണ അയ്യർ. ആദ്യം അവൻ്റെ ഫോട്ടോയിലേക്ക് മിഴികൾ പായിച്ചു. നീളൻ മുടിയിഴകളും കറുത്ത പീലി മൂടിയ കണ്ണുകളും ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളും തുടിക്കുന്ന കവിൾത്തടങ്ങളും ഉള്ള ഒരു സുന്ദരൻ. ഹർഷൻ അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? അതിന് വഴിയില്ല. ഇല്ല ആദി, അവൻ്റെ ബോഡി തിരിച്ചറിഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം അവൻ നിന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം അവൻ മരിച്ചു. എങ്കിലും ആദിയുടെ മനസ്സിലൊരു സംശയം തെളിഞ്ഞു കിടന്നു. അവൻ്റെ മരണം, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഹർഷ, സംതിങ് റോങ്. ആദി താടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. നീ ഒക്കെയും പോലീസ് ബുദ്ധിയിൽ കാണുന്നത് കൊണ്ടാണടാ, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യം എന്തോ ഹർഷനോട് പറയാൻ വന്നതും അവനൊരു കോൾ വന്നു. വൈശാലി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ മൺപാതയിലേക്ക് സ്കൂട്ടി തിരിച്ചു. അതേസമയം എതിരെ ഒരു വാഹനം വന്ന് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ഒരു വിളിയോടെ അവൾ നിലം പതിച്ചു. നെറ്റി പൊട്ടി ചോര ഒലിച്ചു തുടങ്ങി. എല്ലുകളൊക്കെയും ഒന്നിച്ചു പൊട്ടുന്ന വേദന. അവൾ തലയ്ക്ക് കൈ കൊടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവളെ ഇടിച്ചിട്ട കാറിൽ നിന്നും 2 പേര് വന്ന് അവളെ താങ്ങിയെടുത്തു. അതിലൊരുവൻ അവളെ തോളിൽ കിടത്തി കാറിൻ്റെ അകത്തേക്ക് കിടത്തി. ശരീരത്തിൻ്റെ വേദന മനസ്സിനെയും തളർത്താൻ തുടങ്ങി. വൈശാലിയുടെ ബോധം മെല്ലെ മറഞ്ഞു. ഇതേ സമയം തൻ്റെ ശത്രുവായ ആദിയുടെ അവസാനം കാണാൻ തിടുക്കം പൂണ്ടു നിൽക്കുകയായിരുന്നു അവൻ. തൻ്റെ ആജ്ഞപ്രകാരം വൈശാലി അവൻ്റെ കാവൽ നായ്ക്കൾ കൊണ്ടുവന്നു. ഒരു പുച്ഛത്തോടെ അവളെ നോക്കിയിട്ട് അവൻ ഫോൺ എടുത്ത് ആദിയെ വിളിച്ചു. ഹലോ, അറ്റ് ലാസ്റ്റ് ആർദ്ര ദീക്ഷിത്. നിനക്കെതിരെ ഞാൻ പടച്ച തന്ത്രങ്ങൾ ഓരോന്നും ഇതാ അതിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്നു. ഡാ, ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കട കൊള്ള. ഓ, റിലാക്സ് മിസ്റ്റർ ആദി, ഞാനിതാ നിർത്തി. ഇനി സംസാരമൊന്നുമില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ നീ ഒരു കാര്യം കാണണം. 1 സെക്കൻഡ്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദിയുടെ മൊബൈലിലേക്ക് കുറേ ഫോട്ടോഗ്രാഫ്സ് വന്നിരുന്നു. ഒക്കെ നല്ല വിശദമായി കണ്ടിട്ട് ഞാൻ നിന്നെ വിളിക്കാം. പിന്നെ എൻ്റെ പിറകെ വരണ്ട കുഞ്ഞേ, കൂടെ എത്താൻ കഴിയില്ല. എന്നെ കാണാൻ നീ ഞാൻ പറയുന്നിടത്ത് പറയുന്ന സ്ഥലത്ത് വരണം. കാരണം എൻ്റെ ശത്രു അത് നീയാണ്. ഹ. ഒരു പൊട്ടിച്ചിരിയോടെ അവൻ ഫോൺ വെച്ചു. ഡാ നീ. ആദ്യം എന്തേലും പറയുന്നതിന് മുമ്പ് ഫോൺ ഡിസ്കണക്റ്റ് ആയിരുന്നു. ആദ്യം എന്താടാ, എന്തു പറ്റി? വൈശാലി മിസ്സിംഗ് ആണ്. അവൻ എൻ്റെ വൈശാലിയെ കൊണ്ടുപോയി. ഇനി എങ്ങനെ? ഹർഷൻ ചോദിച്ചതും ആദി പറഞ്ഞു. ഞാൻ പോകുന്നു, അവൻ എന്നെ വിളിച്ച സ്ഥലത്ത്.
ആദ്യം അത് റിസ്ക് ആണ് ആയിരിക്കാം, പക്ഷേ വൈശാലിയുടെ ലൈഫ് വെച്ചൊരു പരീക്ഷണത്തിന് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അവൻ പറഞ്ഞത് വെച്ച് അവന് ദേഷ്യം എന്നോട് മാത്രമാണ്. സോ എന്നെ കിട്ടിയാൽ അവൻ അവളെ വിടും. പിന്നെ അവനെ പൂട്ടാനുള്ള കാര്യം എളുപ്പമാകും. ഞാൻ ഒറ്റയ്ക്ക് മതി ഇതിന്. ബെസ്റ്റ് ഓഫ് ലക്ക് ആദി, പോയിട്ട് വാ. ആ പിന്നെ അവൻ നിനക്ക് ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യണം. ഓക്കേടാ. ആദ്യം തൻ്റെ കാറിലേക്ക് കയറിയതും അവൻ്റെ മൊബൈലിൽ ലൊക്കേഷൻ ഒരു അൺനോൺ നമ്പറിൽ നിന്നും വന്നു. ഒരു നിമിഷവും സർവ്വവും മറന്ന ആദ്യ കാർ പറഞ്ഞ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിട്ടു. ഇതിനിടയിൽ അവൻ ഹർഷനും ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തു. ഒരു ഉള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന വനപ്രദേശമായിരുന്നു അത്. ചുറ്റും ഭീകരത ജനിപ്പിക്കുന്നതായിരുന്നു. അവൻ കാർ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നേരം വൈകുന്നേരത്തോടടുത്തു. ചീവീടുകളുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നത് അവൻ അറിഞ്ഞു. ഇടയ്ക്ക് എവിടെ നിന്നൊക്കെയോ പാമ്പിൻ്റെ സീൽക്കാരം കേൾക്കുന്നുണ്ട്. അവൻ ജീൻസിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന പിസ്റ്റൽ വേഗം പുറത്തെടുത്തു. കുറച്ചു നേരം മുന്നോട്ട് നടന്നതും അവൻ കണ്ടു ഒരു ഇടിഞ്ഞു വീഴാറായ വീട്. മെല്ലെ അതിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവൻ കണ്ടു നിലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് തറയിൽ കിടക്കുന്ന തൻ്റെ പ്രാണനെ. 2 കാവൽ നായ്ക്കൾ അവളുടെ ചുറ്റും മുരണ്ടുകൊണ്ട് നിൽക്കുന്നു. ആദ്യം കണ്ടതും അവ കുരച്ചുകൊണ്ട് മുന്നിലേക്ക് ചാടി. അവൻ തൻ്റെ കയ്യിലിരുന്ന തോക്ക് കൊണ്ട് അതിൻ്റെ മേൽ നിറയൊഴിച്ചു. ഒരു പിടച്ചിലോടെ അവ 2 നിലത്തേക്ക് പിടഞ്ഞു വീണ് ചത്തു. ആദ്യ വൈശാലിയെ തട്ടി ഉണർത്തി. അവൾ ഉണരുന്നില്ലെന്ന് കണ്ടതും തൻ്റെ മടിയിലേക്ക് അവളെ കിടത്തി അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. നീര് വന്ന് വീർത്ത അവളുടെ കണ്ണുകൾ വൈശാലി പതിയെ തുറന്നു. ഇതേ സമയം തൻ്റെ കൂട്ടിൽ ഇര വന്ന് പെട്ടത് കണ്ണറിഞ്ഞ് നോക്കുവായിരുന്നു അവൻ. ദേവനാരായണ അയ്യർ എന്ന കുറ്റവാളി. അരയിൽ തിരികിയ കത്തി വലിച്ചൂരി ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ അവൻ ആദിയുടെ പിന്നിലേക്ക് ആഞ്ഞുകുത്തി. നിറഞ്ഞ കണ്ണോടെ അവൻ പിന്നിലേക്ക് നോക്കിയതും അവൻ്റെ മുഖത്ത് മഹേഷ് ആഞ്ഞു ചവിട്ടി. മെല്ലെ ആദിയുടെ കണ്ണുകൾ മങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷം പുനർജനി ഹോസ്പിറ്റലിൻ്റെ ICUവിന് മുന്നിൽ തളർന്നിരിക്കുകയായിരുന്നു സീത. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. അടുത്തിരുന്ന ഹർഷൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞെട്ടറ്റ് വീണ താമര പോലെ അവൾ ഹർഷൻ്റെ തോളിൽ ചാഞ്ഞു. പെട്ടെന്ന് തന്നെ ICUവിൻ്റെ വാതിൽ തുറന്ന് റാം പുറത്തേക്കിറങ്ങി. അവൻ്റെ കണ്ണുകളിൽ അവസാന പ്രതീക്ഷയും മറ്റതുപോലെ. റാം, ആദി എൻ്റെ കുഞ്ഞ് കണ്ണുകൾ തുറന്നോ? സീതയുടെ ചോദ്യം റാമിൻ്റെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. അവളെ തട്ടിമാറ്റി അവൻ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. റാം, റാം! സീത അവനെ പിന്നിൽ നിന്നും അലറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്ത റാം കുഴങ്ങി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റങ്ങൾ അവൻ ചിന്തിച്ചു. പതിയെ പതിയെ അവൻ്റെ കണ്ണുകളിൽ അഗ്നി വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന പോലെ വന്യമായി തിളങ്ങി. പെട്ടെന്ന് ഹർഷൻ മുറിയിലേക്ക് കയറി വന്നു. അങ്കിൾ, എന്തായി? ആദിക്ക് ഇനിയെങ്കിലും മാറ്റം ഉണ്ടാകുമോ? 2 വർഷമായില്ലേ ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കാൻ തുടങ്ങിയിട്ട്? അവനിങ്ങനെ ജീവച്ചവൻ പോലെ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ദേവനാരായണ അയ്യർ, അവൻ ഒരുത്തൻ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. കണ്ടെത്തും ഞാൻ അവനെ തേടിപ്പിടിച്ച്. റാം കണ്ണുകൾ മെല്ലെ പൂട്ടി പിന്നിലേക്ക് തലചായ്ച്ച് കിടന്നു. അവൻ്റെ കൺകോണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ കവിൾത്തടങ്ങളെ ചുംബിച്ച് താഴേക്കിറങ്ങി. ഇതെല്ലാം കണ്ട് കണ്ണുനീർ വാർക്കാൻ മാത്രമേ ഹർഷന് കഴിഞ്ഞിരുന്നുള്ളൂ. അവൻ പതിയെ പുറത്തേക്കിറങ്ങി. ഹർഷൻ ICUവിൽ കയറി. ഒരു ചലനവും ഇല്ലാതെ കണ്ണുകൾ മാത്രം തുറന്നു കിടക്കുന്ന ആദിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദി! അവൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് ഹർഷൻ വിളിച്ചു. അവർ 2 പേരും കൂടിയുള്ള കുഞ്ഞുനാളിലെ കളിച്ചിരികൾ അവനിലേക്ക് ഓടിയെത്തി. ഓർമ്മകളെ അയവിറക്കുന്നതിനിടയിൽ അന്നത്തെ ആ നശിച്ച ദിവസത്തിലേക്ക് അവൻ കൂപ്പുകുത്തി. അന്ന് ആദി തനിക്കയച്ച ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഹർഷൻ എത്തി. ആദിയുടെ കാർ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടതും ആദി അവിടെ ഇറങ്ങി. അവിടെ തെളിഞ്ഞു കിടക്കുന്ന ഇടവഴിയിലൂടെ അവൻ നടന്നു നീങ്ങി. ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ യാത്ര. ഒടുവിൽ ഒരു ഇടിഞ്ഞു വീഴാറായ വീടിന് മുന്നിലെത്തി. പക്ഷേ അവിടം ശൂന്യമായിരുന്നു. ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ആദിയെയോ വൈശാലിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹർഷൻ്റെ ചെന്നിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. അവൻ ഫോൺ എടുത്ത് ആദിയെ വിളിച്ചതും ആ വീടിൻ്റെ മൂലയിൽ നിന്നും അതിൻ്റെ ശബ്ദം കേട്ടു. അവിടേക്ക് ചെന്നതും ചുറ്റും ചോര പടർന്നു കിടക്കുന്ന തറയും അതിൽ മുഴുകി കിടക്കുന്ന ആദിയുടെ ഷർട്ടും അവൻ കണ്ടു. ഇനിയും ഇങ്ങനെ വെറുതെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഹർഷന് തോന്നി. അവിടെ നിന്ന് നേരെ പോയത് റാമിൻ്റെ അടുത്തായിരുന്നു. നടന്നത് മുഴുവൻ റാമിനോട് പറഞ്ഞതും അവൻ എത്രയും വേഗം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നാൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നതും DCP അനിരുദ്ധ് അവരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. ഒരു വിധത്തിലും കംപ്ലൈൻറ്റ് സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല. ഒടുവിൽ റാമിൻ്റെ ഫ്രണ്ട് മുഖേന മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. അദ്ദേഹത്തിൻ്റെ ഓർഡർ കിട്ടി മണിക്കൂർ നേരം കൊണ്ട് ആദ്യം കണ്ടുകിട്ടി.
അവർ ചെന്ന കാടിൻ്റെ ഉള്ളിലെ ഒരു പുഴയുടെ തീരത്ത് അവനെ കൊണ്ടിട്ടിരുന്നു. പാതി ശരീരം വെള്ളത്തിലും പാതി കരയിലുമായി. തലയിൽ നിന്നും അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നു. കൂടാതെ നട്ടെല്ലിൻ്റെ പിന്നിൽ ആഴത്തിലുള്ള കത്തി കൊണ്ടുള്ള കുത്തും. അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ മരണം തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരേ സമയം ഒന്നിലധികം സർജറി നടത്തി അവൻ്റെ ശരീരം മാത്രം തിരികെ കിട്ടി. അവനിലെ ആത്മാവ് മറ്റെവിടെയോ മാറി നിൽക്കുന്നു. പലരും പറഞ്ഞതാ ഇങ്ങനെ കിടക്കാൻ വിടുന്നതിലും നല്ലത് കൊന്നു കളയുന്നതാണെന്ന്. ചിലർ അവയവങ്ങൾ ദാനം ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അവനിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ഒരാളുണ്ട്, വൈശാലി. എന്നാൽ ഇന്നും ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവളുടെ പേര് അവശേഷിക്കുന്നു. അവൾ എവിടെയെന്നോ എങ്ങനെയെന്നോ ആർക്കും അറിയില്ല. ഇതിനെല്ലാം പിന്നിൽ ദേവനാരായണ അയ്യറാണെന്ന് ഞങ്ങളുടെ നിഗമനം മാത്രമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വൈശാലി വരണം. ഈ 2 വർഷം കൊണ്ട് പോലീസും ഞങ്ങളും അവളെ തിരയാത്ത സ്ഥലമില്ല. എന്നാൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത ഒരു കേസായി അത് എഴുതി തള്ളി. ഇതെല്ലാം അറിഞ്ഞ അവളുടെ മുത്തശ്ശൻ പിന്നെ അധികം താമസിക്കാതെ മരണത്തിന് കീഴടങ്ങി. ഹർഷൻ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തൻ്റെ തോളിൽ ഒരു സ്പർശനമേറ്റതും അവൻ തിരിഞ്ഞു നോക്കി. വേദ, നീ എപ്പോൾ വന്നു? കുറച്ചായി. എല്ലാവരും ഉണ്ട്. ആദ്യം കാണാൻ ഞാൻ ഇങ്ങ് പോന്നു. എങ്കിൽ നീ ഇരിക്ക്, ഞാൻ പോകുക. ഹർഷൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇതിനിടയിൽ അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ ക്രൂരമായ നോട്ടത്തോടെ അവൾ ആദിയെ നോക്കി. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന കുറുക്കൻ്റെ കൗശലം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. തൻ്റെ അധരങ്ങൾ അവൾ ആദിയുടെ ചെവിയോട് ചേർത്തു. 2 വർഷം ആയില്ലേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? പൊയ്ക്കൂടെ ഈ ലോകത്ത് നിന്ന്? ഓ, ഞാൻ മറന്നു. ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ചാവാനല്ലേ? ഞാൻ സഹായിക്കാം. അവൾ തൻ്റെ കയ്യിൽ കരുതിയ റിവോൾവർ എടുത്ത് അവൻ്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. ഇതേ സമയം അവളുടെ പ്രവർത്തികൾ കണ്ട് രക്തവർണ്ണമായിരുന്ന 2 കണ്ണുകൾ അവൾ കണ്ടില്ല.